അങ്ങനെ ഗുൽസാർ അഹമ്മദ് സുൽത്താൻ സേട്ടുൽ ബറഖുൽ കുറുക്ക നമ്മുടെ അൽ മുക്താദിർ ജുവലറിയുടെ ഒരു ഗ്ലോബൽ മാനേജർമാർ സാധാരണ ഒരെണ്ണേ കാണാറുള്ളൂ, പക്ഷേ ഗ്ലോബ് ഒന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ സ്ഥലത്തും ഗ്ലോബൽ മാനേജർമാരുണ്ടായിരുന്നു എന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. ഏതായാലും ആ ഗ്ലോബൽ മാനേജറിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത വാർത്ത ഇന്നലെ കണ്ടു. അതിനെ സംബന്ധിച്ച് ഞാൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നെ അടക്കം മുഴുവൻ ആളുകളെയും ഞെട്ടിച്ചുകൊണ്ട് മൻസൂർ അൽ മുക്താദിർ ജുവലറി തുറന്നത് തിരുവനന്തപുരം പഴവങ്ങാടിയിലെ ജുവലറിയാണ്. അതിൻ്റെ മുന്നിൽ എപ്പോഴും ഈ കാശ് കിട്ടാനുള്ള പാവങ്ങൾ വന്നവിടെ ഇരിക്കുമായിരുന്നു. സാധാരണ നമ്മൾ ഈ പള്ളിക്കകത്ത് കയറിയിരിക്കുന്നത് എഴുത്തിക്കാഫിലായിട്ട് കഴിയുന്നത് കൂലിയുള്ള കാര്യമാണെന്ന് പറയാറുണ്ട് മസ്ജിദുകൾക്കകത്ത്. ഇതിലെ കാശ് പോയ സ്ഥലത്ത് വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മാനസികമായ ആശ്വാസത്തിന് ചിലപ്പോൾ ഒരു ഉപകാരമായിരിക്കും. ഏതായാലും അവരങ്ങനെ വന്നിരിക്കുന്നതിൻ്റെ മടുപ്പൊഴിവാക്കാനായി അദ്ദേഹം ഒരു പച്ച റിബൺ കെട്ടി കട ഉദ്ഘാടനം ചെയ്തു. എന്ന് മാത്രമല്ല, കടയ്ക്കകത്ത് ഞെട്ടിത്തരിച്ച് കോരിത്തരിച്ച് വാരി പിടിച്ച് പോകുന്ന സ്റ്റോക്കുകളും, ഇഷ്ടംപോലെ സ്റ്റോക്കുകളും. അതുകൊണ്ട് ഇനിയും ആരെങ്കിലുമൊക്കെ കാശുണ്ടെങ്കിൽ മൻസൂറിൻ്റെ കയ്യിലോ ഇതുപോലെയുള്ള ഗ്ലോബൽ മാനേജറുടെ കയ്യിലോ കൊടുത്താൽ അവർ സംഗതി റെഡിയാക്കി തരും. ദേ ഷോറൂം കാണാം. ആ ഷോറൂം കാണുന്നതിന് മുമ്പ് ഈ ഉദ്ഘാടനം പങ്കുവെച്ചത് മൻസൂർ തന്നെയാണ്. മൻസൂർ ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ലോകത്തൊരു ഗുണമുണ്ടായ ആൾക്ക്, അവനെപ്പോലൊരു പഠിച്ച കള്ളൻ ലോകത്തില്ലാത്തത് കൊണ്ട് അവനിതെല്ലാം ചെയ്യുമ്പോഴും വീണ്ടും പാവങ്ങളായ മനുഷ്യരെ ആശ്വസിപ്പിച്ച് പോകുന്നുണ്ട്. മേടമാസം തുറക്കും, ഇടവമാസം തുറക്കും, പള്ളിക്കുടം തുറക്കുമ്പോൾ തുറക്കും, വലിയ പെരുന്നാളിന് തുറക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല സുഖസമൃദ്ധമായി ആ പരമതെണ്ടി സന്തോഷമായി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവൻ കോടി പരനാറിയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും വിശ്വസിക്കാതിരുന്നവരാണ് ഒരുപാട് മനുഷ്യർ. ഏതായാലും അവനാണ് ഈ ഉദ്ഘാടനത്തിൻ്റെ ചിത്രം ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത്. അത് വളരെ മനോഹരമായ ചിത്രമാണ്. അൽ ഷക്കൂർ എന്നാണ് അതിൻ്റെ പേര്. ഈ മുക്താദ് ജുവലറി 99 വചനങ്ങളാണല്ലോ. ആ വചനങ്ങളിൽ ഒരു വചനം അൽ ഷക്കൂർ എന്ന് പറഞ്ഞ വചനമാണ് അതിലിട്ടിട്ടുള്ളത്. ഏതായാലും ആ ഉദ്ഘാടനത്തിൻ്റെ ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് സ്വർണത്തിൻ്റെ പടങ്ങളും ഈ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ കാശ് കൊടുത്തവർക്കെല്ലാം ആ പടം കണ്ട് പിരിയാവുന്നതാണ്. അങ്ങനെ ചെയ്തിരിക്കുന്ന ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഇവിടെ ഓപ്പണിംഗ് നാടകം പോലെ ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് എന്ന് വെച്ചാൽ ഇതാണ് ഓപ്പണിംഗ് ചെയ്ത ഒരാൾ, മറ്റൊരാൾ ഇദ്ദേഹമാണ്. സാധനങ്ങൾ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ഇതിലൊന്ന് സെലക്ട് ചെയ്ത് സാധനം എടുക്കാം. കണ്ടല്ലോ, കബോർഡൊക്കെ കണ്ടല്ലോ, നിറച്ചിരിക്കുകയാണ് സാധനം. ഒരു ഓപ്പണിംഗ് ആയതുകൊണ്ടാണ് ഇത്രയും ഫുള്ളാക്കി വെച്ചിരിക്കുന്നത്. നാളെ ആകുമ്പോഴത്തേക്ക് ഇത്രയും സാധനം കാണില്ല. അതുകൊണ്ട് കണ്ട ഷെൽഫുകളൊക്കെ കണ്ട നിറഞ്ഞിരിക്കുകയാണ്. നെക്ലസും മാലയും പല വലുത സാധനങ്ങളുണ്ട്. ഇതെല്ലാം ആവശ്യമുള്ളത് വന്ന് എടുത്തോളണം. അപ്പോൾ നമ്മളൊക്കെ എടുക്കുകയാണ്, നമ്മൾ ഉള്ളിൽ പറക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ സാധനമുണ്ട്. ഒരു കണ്ട ഷെൽഫൊക്കെ കണ്ട നിറഞ്ഞിരിക്കുകയാണ്. സംഗതി കണ്ടല്ലോ, ഗംഭീരമായിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യാൻ അവിടെ തന്നെ സക്കാത്ത് വാങ്ങിക്കാൻ വരുന്ന ഒരാളിനെയും പിന്നെ ദോഷം പറയരുത്. ഇതിനകത്ത് കൂടുതൽ ചെന്ന് അകപ്പെട്ടതും ഇതിന് മുന്നിൽ നിന്നതും ഇടനില നിന്നതുമെല്ലാം ദുനിയാവിൻ്റെ ഒരു കാര്യത്തിലും വലിയ താല്പര്യമില്ലാത്ത ഉഹറവിയായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന തബ്ലീഗുകാരായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ തബ്ലീഗുകാർ ഇത്തരം ചൂണ്ട കൊത്താത്തതാണ്. പക്ഷേ ഇതിപ്പോൾ കുത്തിയതല്ല, മൂടോടെടുത്തങ്ങ് വിഴുങ്ങുകയായിരുന്നു. ചൂണ്ട നൂലും പിന്നെ അതിൻ്റെ കമ്പും എല്ലാം. അവർ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, തബ്ലീഗുകാരായിരുന്നു ഇതിൻ്റെ മധ്യസ്ഥരും ഇതിൻ്റെ ഗ്ലോബൽ മാനേജർമാരും ഇത് വിൽക്കുന്നവരുമെല്ലാം. നീണ്ട ദീക്ഷയും പതിഞ്ഞ മീശയുമുള്ള വളരെ നല്ല ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ രൂപവും ഭാവവും അവർ ധരിച്ചിരുന്നത് വെള്ള വസ്ത്രങ്ങളായിരുന്നു. എന്ന് മാത്രമല്ല, അവർ വ്യാഴാഴ്ചകളിൽ ഈ ഏരിയ ജൂഡുകൾ പോലെ നടത്തുന്നവർക്കെല്ലാം മട്ടൻ ബിരിയാണി കൊടുക്കുമായിരുന്നു. പിന്നെ അവർ പള്ളികളിൽ പലതരത്തിലുള്ള AC-കൾ അതുപോലെയുള്ള സംഗതികൾ കൊടുക്കുമായിരുന്നു. പള്ളി പ്രമാണിമാർക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാൻ, ഡൽഹിയിലെ നിസാമുദ്ദീൻ മസ്ജിദിലെ ജോഡിൽ പങ്കെടുക്കാൻ, അതുപോലെയുള്ള സാധനങ്ങൾക്കെല്ലാം അവിടെ സ്റ്റേ റൂമും അതുപോലെ തന്നെ വിമാനവും അറേഞ്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. എന്ന് മാത്രമല്ല, ആ കാശിൽ നിന്ന് ഗ്ലോബൽ മാനേജർമാരോട് പറഞ്ഞ് ഏറ്റവും നിരപരാധികളായി ഉംറയ്ക്ക് പോകാൻ ആളുകളെ കൊണ്ടുപോകുന്നതിന് ഇതുപോലെയുള്ള ഒരു ഗ്ലോബൽ മാനേജറായ കള്ളനോട് പറഞ്ഞപ്പോൾ അയാൾ ചെയ്തത്
അയാളുടെ ബന്ധുക്കളെ തന്നെ കൈലി ഉടുപ്പിച്ച് കള്ളിമുണ്ട് ഉടുപ്പിച്ച് കൊണ്ടുവന്ന് പാവപ്പെട്ടവരായ അഭിനയിപ്പിച്ച് കുടുംബത്തോടൊപ്പമാണ് പോയി ഉംറ ചെയ്തത്. അത്തരം നന്മകളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു എന്നുള്ളത് സവിശേഷമായി എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ഈ ഉദ്ഘാടനത്തിന് ഉപയോഗിച്ചത് 90 വയസ്സുള്ള ഒരു പാവപ്പെട്ട തബ്ലീഗുകാരനെ ആയിരുന്നു. അദ്ദേഹം അവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇതൊന്ന് ഉദ്ഘാടനം ചെയ്തേക്കാൻ പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം കട ഇതുപോലെ ഉദ്ഘാടനം ചെയ്തത്. മറ്റേത് നമ്മുടെ മൈസൂറിൻ്റെ ഉദ്ഘാടനം എന്തുവാ, പിടിച്ചാൽ കിട്ടുന്ന ഉദ്ഘാടനമാണോ? എന്തൊരു ഉദ്ഘാടനമാണ്! നാട് മൊത്തം ബിരിയാണി, കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ബിരിയാണി, അന്ന് അവിടെ വരുന്നവർക്ക് 1 പവൻ, ഓട്ടോക്കാർക്കെല്ലാം 1/4 പവൻ എന്ന് വേണ്ട. നാട്ടിൽ നിന്ന് പറ്റിക്കാൻ വേണ്ടി ആയതുകൊണ്ടും ഇതൊരു കച്ചവടം അവൻ ഉദ്ദേശിച്ചിട്ടില്ലാതിരുന്നത് കൊണ്ടും മുഴുവൻ സമയം ഇതായിരുന്നു. പിന്നെ എല്ലാ കടകളുടെ മുന്നിലും LED സ്ക്രീനുകൾ വെച്ച് അവൻ്റെ മനോഹരമായ ചിത്രങ്ങൾ ആവർത്തിച്ച് കാണിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ടപ്പോഴാണ് താല്പര്യപൂർവ്വം ഒരിക്കലും ആർക്കും കൊടുക്കത്തില്ല എന്ന് കരുതിയ ചില വലിയ കുതിയന്മാർ പത്തായത്തിൽ നിന്ന് കാശെടുത്തുകൊണ്ട് കൊടുത്തതും കുറച്ച് പാവപ്പെട്ടവർ ഗതികേട് കൊണ്ട് ലാഭം കൊണ്ട് ജീവിക്കാമെന്നോർത്ത് കൊണ്ടുവന്ന് കൊടുത്തതും. 2 പേരെയും പറ്റിച്ചിട്ടാണ് ഈ പരമതെണ്ടി എവിടെയോ ഇരുന്ന് ഇതുപോലെയുള്ള ഉദ്ഘാടന നാടകങ്ങളും ഈ ഫോട്ടോയുമൊക്കെ ഇട്ട് കളിക്കുന്നത്. ഈ ഷോറൂമിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെ സ്റ്റാഫില്ല. ആ ഷെൽഫിലൊക്കെ ഇരിക്കുന്ന സ്വർണം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം.